ഗൈസ്, വെൽക്കം ടു എസ്കേപ്പ് ബ്ലോഗേഴ്സ്. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഡ്യൂഡ് തീഫ് വാർസ് എന്നൊരു കളിയാണ്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ എണീക്കുന്നു. അപ്പോൾ നമുക്കിതാ ഈ വീട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ബെഡ്റൂമാണ്. ഇത് കുളിമുറി, കിച്ചൺ, TV. ഗൈസ്, അത് നമ്മളാണോ? ഒരു മിനിറ്റ് ഗൈസ്. ഗൈസ്, എന്തെങ്ങോട്ട് നമുക്ക് ഇതെന്താ സ്ഥലം? ഗൈസ്, ഇത് കാറിൻ്റെ ആണ്. നമുക്ക് നമ്മൾ ഈ പുറത്ത് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ലൊരു വണ്ടിയുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ വന്നിരിക്കുന്നു, കയറിയിട്ടുണ്ട്. നമ്മളിത് മാപ്പുണ്ട്, ഇവിടെ പോയി നോക്കാം. ഗൈസ്, ഇതെന്താ പോലീസ് ഒരു ഒച്ച ഉണ്ടല്ലോ. ഗൈസ് സെറ്റ് ബൂസ്റ്റർ ഇങ്ങനെ കയറാൻ പറ്റും. ഗൈസ്, നല്ല ബൂസ്റ്ററാണ്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇത് കയറ്റാൻ കഴിയാൻ നോക്കാം. നമ്മളിങ്ങനെ കയറ്റുന്നു. അപ്പം ഗൈസ്, നമ്മളിങ്ങനെയുണ്ട്. നമ്മളെൻ്റെ സ്ഥലത്താണ് ഇതാണ്. ഇങ്ങനെ എടുക്കാം. അപ്പം ഇതാണ് നമ്മളെ സ്ഥലം തോന്നുന്നത്. ഇങ്ങനെ ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ കയറുന്നു. ഗൈസ്, താങ്ക് യു മച്ചനെ. നമ്മൾ പൈസ ഇങ്ങനെ എടുത്തിട്ട് പോന്നു. അവൻ വേക്കിൽ വരും. അപ്പം നമ്മൾക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റോപ്പ് എവിടെയാണ്? ഇതിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. അപ്പോൾ അതാ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോലീസ് സ്റ്റേഷനിൽ വിടുമ്പോൾ ഒരാളിങ്ങനെ ഇടിച്ചിട്ടുണ്ട്. അതിൻ്റെ കയ്യിലുള്ള പൈസ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പം പോലീസുകാരൻ ബാക്കിലുണ്ട്. നമ്മളെ കുറച്ച് ഹെൽത്തെല്ലാം പോയിനെ. അതാ മനസ്സിലാവാത്ത ഈ വണ്ടീൻ്റെ ഉള്ളിൽ എങ്ങനെ എനിക്ക് ബുള്ളറ്റ് ഇതാവും. നമ്മൾ ഹെൽത്തെല്ലാം പോകുന്നു വായിച്ചതാ പോലീസുകാരൻ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തി. പക്ഷെ നമുക്ക് ഇവരെ ഇതാക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാം എന്നാണ് എൻ്റെ അഭിപ്രായം. എസ്കേപ്പ് ആയിട്ടില്ലല്ലോ പൈസ കൊണ്ടാണ്. അപ്പോൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ഇപ്പം അങ്ങോട്ടേക്ക് തന്നെ വിടാം, പോലീസ് സ്റ്റേഷനിലേക്ക്. ഗൈസ്, പോകുന്ന വഴി രണ്ട് ആൾക്കാരുണ്ട്. നമ്മൾ ഇടിക്കാണ്ട് സൂക്ഷിച്ച് പോയി ഇടിച്ച പ്രശ്നം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് തന്നെ പോയി. ഇവിടെ എന്തോ കൗണ്ടറാണ് തോന്നുന്നു. അപ്പോൾ ഗൈസ്, എനിക്കിപ്പോൾ ഈ സ്ഥലം കണ്ടു. എന്തോ ഗൈസ്, സെല്ലാണല്ലോ. ഇവിടെ മറ്റേ മനസ്സിലായി ഗൈസ്. ഇവിടെ നമ്മളൊരു മച്ചാനുണ്ട് ഗൈസ്. ഇത് ഗൈസ് നമ്മളാണിത്. ഗൈസ്, ഇതെന്താ ജാക്ക് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ മച്ചാൻ ജയിലിൽ 1 വർഷമായി വന്നു. അതേപോലെ സംസാരിക്കണം.
ഈ മച്ചാനും അവൻ്റെ ഒരു കണ്ണാടി ഇട്ട ഉപ്പും ഒരുമിച്ച് ബാങ്ക് വെക്കാൻ പോയി. അപ്പോൾ ഇവർ കക്കുമ്പോൾ അവരെ വണ്ടീൻ്റെ ടയർ കാണുന്നില്ല. ഇതേതാ ടയർമാനോ? അപ്പോൾ മനസ്സിലായി ഇവരെ ടയർ അയാൾ കട്ടുണ്ടായി. അപ്പോൾ ഇയാൾ ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും പൈസ പോകുമ്പോൾ അതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്. ഗൈസ് ഇത്ര പൈസ വീഴുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ നമ്മളതിനെ ചായന്. അപ്പോൾ ഗൈസ് ഇത് പുറത്തേക്ക് നമുക്ക് പൈസ തന്നെ ഫുള്ള് ഗൈസ്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നു, വേറൊരു പോലീസുകാരൻ വന്നു വണ്ടി വെച്ചിട്ട്. അപ്പോൾ ഇവർ ഈ ഒരു റാമ്പ് കണ്ടു. അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ട്, അവർ അതിൽ മേലെ ചാടാൻ പോയി. അപ്പോൾ ബാക്ക് അവൻ പൈസ എടുത്തിട്ട് പോയി. മറ്റവനെ തെറ്റിച്ച് കാണാൻ തോന്നുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചു. ഇവന് വീണു. പൈസ എന്ത് പൈസ വീഴല്ല. നമുക്ക് എത്ര പൈസ ഇട്ട് നമ്മൾ അംബാനി. അപ്പം ഇവന് രക്ഷപ്പെടാനില്ല. അങ്ങനെയാണ് ഇവൻ ഇവിടെ എത്തിയത്. അപ്പോൾ കൈസ് ഒരു സ്കിപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് സ്കിപ്പ് അമർത്താം. അപ്പോൾ ഇവനേതാ കൈസ്, നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ചാടിപ്പോകാം. കൈസ് ചാടാൻ കഴിയില്ലേ? കൈസ് ചാടി കൈസ് നമ്മൾ കൂളാവും പിഞ്ഞു കൈസ്. ഓക്കെ ഇങ്ങനെ പോകാം. പുറത്ത് ചെയ്യാനാവണം. നമ്മളിങ്ങനെ പോകും ഗൈസ്. ക്യാമറ ഹായ്. ഈ റൂം പരിചയമുണ്ടല്ല. നമുക്കിങ്ങനെ പോകാം. വണ്ടി എടുത്തിട്ട് പോകാം. എന്തോ സീരിയസ് മാറ്ററാണ്. നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വണ്ടി വെള്ളത്തിൽ പോകുന്നുണ്ട്, ഒരു സംശയമേ അല്ല. അപ്പോൾ വെള്ളത്തിൽ പോകുന്ന വണ്ടി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. അതാ ഗൈസ് മനസ്സിലായി, ടയറില്ല. ഇപ്പം മനസ്സിലായി വണ്ടി എന്തിങ്ങനെ മെല്ലനെ പോകുന്നു. അപ്പം നമുക്ക് ഇതാ ഇടിക്കുന്നാളാ മുത്തിക്കടിഞ്ഞേ. അതാ ഗൈസ് നമ്മളെ ഇടിച്ചിട്ട് പോകുന്ന വണ്ടി ഏതോനായാലും നമ്മൾ കൊന്നിരിക്കും. അതാണ് നമ്മുടെ പവർ. പക്ഷെ ഇപ്പോൾ പവർ കാണിക്കണ്ട, നമുക്ക് അവനെ രക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിരിക്കാൻ പോകാം. ബൂസ്റ്റ് ഒന്നും ഇടണ്ട, ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇടുക ഗൈസ്. അല്ല നമുക്ക് പെട്ടെന്ന് എത്തണം. അതാ ഗൈസ് ഇത് സെയിം റാമ്പല്ലേ, ആ റാമ്പ്. ഈ ഡോറെല്ലാം പൊട്ടി വീടുന്നു തോന്നുന്നു. ഈ ഡോറ് പൊട്ടി, ഇത്രയേ ഉള്ളൂ. എന്താ ഗൈസ് നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ കട എത്തിയേ പറ്റൂ സുഹൃത്തിനെ രക്ഷിക്കണമെങ്കിൽ. ബൂസ്റ്ററിങ് ഗൈസ് ഈ വണ്ടി ഒന്ന് കുറച്ച് ഇവിടെ കിട്ടി. ആ കൈസ് ഇത് ഇവനെ മറ്റേ മോന്തല്ലേ. ഇതാ വടി വെച്ചടിക്കും കൈസ്. ഇന്ന് ഹാട്ട് നിർത്തടാ കൈസ്. ഇതുപോലെ ആൾക്കാരാവുന്നു. നമുക്കിത് ചെയ്യാം. ഗൈസ് ഒന്നും ആയിട്ടില്ല. ഇവനാരാ? അപ്പം കുറേ എല്ലാം പറയുന്നത്. അപ്പം ഗൈസ് പിടികിട്ടി സംഭവം. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ ഈ വണ്ടിയിൽ നമുക്ക് കയറാം. ഇത് ബാക്കോട്ട് ഒരു വണ്ടി വേണമല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഓ സംഭവം പിടികിട്ടി. ഇവൻ്റെ ഒരു വണ്ടി അത് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലുണ്ടോന്ന്, അതാണ് ഇപ്പം പറയുന്നത്. അപ്പം നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പോലീസ് സ്റ്റേഷൻ കാണുന്നില്ലല്ലോ. ഇതെന്ത്
ഗൈസ് ആവശ്യമില്ലാത്ത സമയം പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ഇതേവിടെയാ പോലീസ് സ്റ്റേഷൻ? ഗൈസ് നമുക്കിങ്ങനെ എന്താ ഗൈസ് പോലീസ് സ്റ്റേഷൻ കിട്ടി. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഗൈസ് സൂര്യൻ താഴോട്ടേക്ക് പോകുന്നു. നമ്മൾ ബൂസ്റ്റർ ഇല്ലാണ്ട് പോകുന്നു. വെറുതെ ബൂസ്റ്റർ വേസ്റ്റ് ആക്കിയതിനാൽ ഡോർ പൊട്ടിക്കിടക്കുന്നു. നമുക്ക് ഈ റാമ്പ് എടുത്തിട്ട് കയറാം. പക്ഷെ റാമ്പിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് ഇങ്ങനെ മറിഞ്ഞ് പോയി. നമുക്ക് ഈ ക്യാമറ ഇട്ടിട്ട് ഓടിക്കാൻ കഴിയുമ്പോൾ രസവുമില്ല. നമുക്കിത് ഗൈസ് ഇതെന്ത് സെറ്റ് ക്യാമറ ഗൈസ്. ഇത് സെറ്റാണ് ഗൈസ്. നമുക്കിങ്ങനെ ഗൈസ് ഇതെന്താ മേലോട്ട് പോകാത്തെ ഗൈസ്? ഇതെന്ത് സംഭവം? നമ്മൾക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ ഇവരാ നമ്മളെ ഈ ടയർ പൊട്ടിച്ച് അതാ ഗൈസ് പോലീസ് വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലൊന്ന് പോയി നോക്കാം. ഗൈസ് ബാക്കിലൊരു വണ്ടിയുണ്ട്. പോരാതെ എന്തോ കോഡ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി അവൻ്റെ ആടെ നമുക്ക് നിർത്തി കൊടുക്കാം. ഈ അവൻ എവിടെയാണ് എന്ന് ഓർമ്മയില്ല സ്ഥലം. നമുക്ക് ഇവിടെ ടാർഗറ്റ് വെക്കാം ഗൈസ്. നമ്മളെ ടാർഗറ്റ്. അപ്പോൾ ഗൈസ് ഇതെല്ലാം നമ്മൾ 2 ദിവസമായി ചെയ്യുന്ന പോലെ ഒന്നുണ്ട്. രാത്രിയും രാവിലെ എല്ലാം കഴിഞ്ഞു. അപ്പം ഗൈസ് നമുക്ക് ഇവൻ ഇങ്ങനെ ഒരു ഐഡി കിട്ടി ഗൈസ്. ഓക്കെ ഇപ്പം ബൂസ്റ്റർ ഇട്ടിട്ട് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു സംശയം. പക്ഷെ ബൂസ്റ്റർ കഴിഞ്ഞ ചെക്കനിട്ട് കൂരാ തോന്നും. ഗൈസ് ഇതിന് ടയർ ഭയങ്കര ചെറുതാ. ഒന്നാമത് വലിയ സംഭവം ചെറിയ ടയർ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഇവൻ്റെ. അപ്പോൾ ഇവനാ വണ്ടി നിർത്തി എടുക്കാം. നമ്മളിങ്ങനെ പോകുന്നു. Thanks for the car. That was fast, dude. അതല്ല നമ്മളെ പണിയാണ്. ഗൈസ് പോസ്റ്റ് സ്റ്റീലിംഗ് ഗൈസ്. 500 രൂപ കിട്ടും അല്ലേ ഗൈസ്? അതന്നെ ഒരു വലിയ കാര്യമാണ്. 500 രൂപ നമുക്ക് ഇങ്ങനെ വിടാം ഗൈസ്. ഇതെന്ത് സാധനം? ഇതെവിടെയാ വന്നേ ഗൈസ്? നമ്മൾ വഴി മാറി പോന്ന് ഗൈസ്. വണ്ടിന് ബ്രേക്കില്ല ഒന്നാമത്. നമ്മൾ ഇവനിങ്ങനെ അടിച്ച് കളഞ്ഞ് പോയി ഗൈസ്. എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ജയിലിൽ വിടാനായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തു കൂടി. നമുക്കിതിങ്ങനെ തിരിച്ച് ഗൈസ്. ഇതെന്താ തിരിയാത്തൊരു സ്റ്റിയറിങ്? ഗൈസ് ഇതൊരു ജാതി തിരിയാത്ത സംഭവമായി പോയല്ലോ.
ഗായ്സ് ഇത് നമ്മളെ വീടാണല്ലോ. നമ്മളെ വീട്ടിലെത്തിയൊന്ന്. ഇതെവിടെയാ ഗൈസ്? ഇത് കുറേ നേരമായി നമ്മളിങ്ങനെ കളിപ്പിക്കുന്നു. ഗൈസ് മിഷൻ ഫെയിൽഡ്. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ മച്ചാനെ രക്ഷിക്കണ്ടേനോ. നമ്മളെ മച്ചാൻ ഗൈസ് അവൻ പോലീസ് സ്റ്റേഷനിലാണ്. നമുക്ക് പോകാം, ഈ വണ്ടി എടുത്തിട്ട് തന്നെ പോകാം. ഓ ഗൈസ് എൻ്റെ പൊട്ടത്തരം. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ വണ്ടി നിർത്തി വെച്ചിട്ട് പോകാം. അപ്പം ഇതെന്തെങ്കിലും സംഭവിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളെ സെല്ലിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. ഫോണെന്താ? ഇവിടെ മച്ചാനെ നീ ഇത് എവിടെയുണ്ടോ? അപ്പം തോന്നുക ഗൈസ് ഇതെന്താ താഴെ അടിയിലൊരു ഒച്ച. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ ഫോണിൽ. എന്താ സംഭവം നോക്കാം. അതാ ഗൈസ് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ഗൈസിൽ കുറേ വണ്ടികളുണ്ട്. അപ്പം ഗൈസ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനിങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പം ഇപ്പം സൈനിങ് അപ്പ് വിത്ത് SKV Bloggers.